നിന്ന് കാണിക്ക മോഷ്ടിച്ച ഒരു സംഘി കള്ളനെ പോലീസ് കൈയോടെ പൊക്കിയപ്പോഴുള്ള സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ആര് കേട്ടാലും ചിരിച്ചു പോകും. അഴിയൂർ ചോമ്പാലയിൽ ദേവസ്ഥാനത്ത് 3-ാം തവണയും കാണിക്ക മോഷ്ടിച്ച സംഘി കള്ളനെയാണ് പോലീസ് കൈയോടെ പിടിച്ച് നേരെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. അപ്പോഴാണ് പോലീസുകാരോട് സംഘി കള്ളൻ ഒരു സത്യം തുറന്നു പറഞ്ഞത്. സാറേ, പഴയതുപോലെയൊന്നുമല്ല, നാട്ടുകാർ ശരിയല്ല, ഇപ്പോ കാണിക്കയിൽ പൈസ ഇടുന്നില്ലത്ര. സംഘിക്കള്ളന്റെ ആ വേദന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചിരി പടർത്തുന്നുണ്ട്. ആ കാണിക്കക്കള്ളന്റെ നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ. നാട്ടുകാരൊന്നും ശരിയില്ല, ആരും പൈസ ഇടുന്നില്ല. അല്ല ചായ അല്ലേ? എത്ര കിട്ടി നിന്റെ? എത്ര കിട്ടി നീ? അത് നന്നാക്കിയതാ? അല്ല, അതല്ലേ പൊട്ടിച്ചേ? അതിനെ മുന്നേ പൊട്ടിച്ചല്ലേ? മറന്നല്ലേ? പൊട്ടിക്കുമ്പോ രണ്ടും പൊട്ടിക്കൂല സാർ. പിന്നെ ആദ്യം പൊട്ടിക്കുക, ആദ്യം വരുവാ. ഒന്ന് പൊട്ടിച്ച് മറ്റേതും പൊട്ടിക്കൂല. അങ്ങനെ സാധനം ചെയ്യാം. ഇവിടെ ഞാനങ്ങ് മട്ടന്നൂരാണ്. മട്ടന്നൂരിൽ ഇത് മാത്രം പൊട്ടിക്കാൻ വരിക. ഓട്ടെ എന്നെ ഒരാളെ പോലെ 7 ആളുണ്ടാവുന്ന. പിന്നെ അല്ല, രാവിലെ ഭക്തിവേഷവും കെട്ടി നടന്നിട്ട് രാത്രിയാവുമ്പോ കാവ്യ മുണ്ടുകൊടുത്ത് അതേ കാണിക്ക് അടിച്ചു മാറ്റാൻ ഇറങ്ങുമ്പോൾ മുമ്പൊക്കെ നല്ല കോളായിരുന്നു. ഇപ്പോ പഴയതുപോലെയല്ല. നാട്ടുകാർക്ക് മനസ്സിലായി ഈ സംഘികളായിട്ട് പകൽ നല്ല ഭക്തന്മാരായി നടക്കുന്ന സംഘികൾ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ എന്താണ് പണി എന്ന് ഈ അടുത്ത കാലത്ത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. അത് അയോധ്യയിൽ നിങ്ങൾ നോക്കിയാൽ രാമന്റെ സ്വർണ്ണക്കട്ട, വെള്ളിക്കട്ട പോരാത്തതിന് നാട്ടുകാർ കൊടുത്ത കാണിക്ക മുഴുവൻ സംഘികളായിട്ടുള്ളവർ കട്ടോണ്ടുപോയി. ഇപ്പൊ കുടുംബങ്ങളെല്ലാം കോടിപതികളായി മാറി. അതുപോലെ തന്നെ രാജ്യത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം അടിച്ചുമാറ്റലും, എന്തിനേറെ പറയുന്നു, ശബരിമലയിൽ വരെ സ്വർണം കട്ടോണ്ടുപോയതിന്റെ അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ തന്ത്രിക്കള്ളനായിട്ടുള്ള സംഘി അതോടുകൂടി ചട്ടിക്കകത്താവും. ഈ നാട്ടിൽ ഹിന്ദു വിശ്വാസം, അമ്പലം, ക്ഷേത്രം, ആചാരം എന്നൊക്കെ പകൽ പറഞ്ഞതിന് ശേഷം രാത്രി കാണിക്കയിൽ എത്ര ഉണ്ട് എന്ന രീതിയിൽ അടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ പഴയതുപോലെ അല്ല സാറേ, നാട്ടുകാരൊന്നും ശരിയല്ല, യവന്മാരൊന്നും ഒരുത്തനും ഇപ്പൊ പൈസകളല്ല. വന്ന് തുറന്ന് പരാതിയായി, ഞാൻ വെറുതെ കേസിൽ പ്രതിയായി, 10 പൈസ എനിക്ക് അതിനകത്ത് കിട്ടിയതുമില്ല, ഇപ്പോഴാണെങ്കിൽ ഇതേ കേസുമായി എന്ന് പറഞ്ഞ് സഹതപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഓരോ സംഘികളുടെ ദാരിദ്ര്യാവസ്ഥ എന്താണെന്ന് നാട്ടുകാർ കാണേണ്ടതുണ്ട്. ഭക്തിക്കച്ചവടത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നാട്ടുകാർ തന്നെ പ്രിക്കോഷൻ എടുക്കുന്നത് കൊണ്ട് സംഘിക്കള്ളൻ തേഞ്ഞു പോയി എന്നുള്ളതാണ് റിയാലിറ്റി. ആ ഡയലോഗ് കേട്ട് നാട്ടുകാരെല്ലാം ചിരിക്കുന്ന ഒരു രംഗം കൂടി നിങ്ങൾ കാണണം. നാട്ടുകാരൊന്നും ശരിയില്ല, ആരും പൈസ ഇടുന്നില്ല. അല്ല ചായ അല്ലേ? എത്ര കിട്ടി നിന്റെ? എത്ര കിട്ടി നീ? അത് നന്നാക്കിയതാ? അല്ല, അതല്ലേ പൊട്ടിച്ചേ? അതിനെ മുന്നേ പൊട്ടിച്ചല്ലേ? മറന്നല്ലേ? പൊട്ടിക്കുമ്പോ രണ്ടും പൊട്ടിക്കൂല സാർ. പിന്നെ ആദ്യം പൊട്ടിക്കുക, ആദ്യം വരുവാ. ഒന്ന് പൊട്ടിച്ച് മറ്റേതും പൊട്ടിക്കൂല. അങ്ങനെ സാധനം ചെയ്യാം. ഇവിടെ ഞാനങ്ങ് മട്ടന്നൂരാണ്. മട്ടന്നൂരിൽ ഇത് മാത്രം പൊട്ടിക്കാൻ വരിക. ഓട്ടെ എന്നെ ഒരാളെ പോലെ 7 ആളുണ്ടാവുന്ന. മൂന്നാം തവണയാണ് കാണിക്ക മോഷണവുമായി ബന്ധപ്പെട്ട് സംഘിക്കള്ളനെ പോലീസ് പൊക്കുന്നത്. എന്തായാലും ആ കാണിക്ക പൊളിച്ചിട്ട് ആ വ്യക്തിയുടെ നിസ്സഹായാവസ്ഥ, 10 പൈസ കിട്ടിയില്ല സാറേ, അവരൊന്നും പൈസ ഇടുന്നില്ല എന്ന് പറയുമ്പോൾ 1 രൂപ പോലും എടുക്കാതെ കള്ളനാകേണ്ടി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.